ലാപ്രോസ്കോപ്പി സർജറി, കീഹോൾ സർജറി അഥവാ താക്കോൽദാര ശസ്ത്രക്രിയ. ഇന്ന് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. നമസ്തേ, ഞാൻ ഡോക്ടർ സുശീല അനിൽകുമാർ, SUT ഹോസ്പിറ്റൽ പട്ടം ഇവിടെ ഗൈനക്കോളജിസ്റ്റായിട്ട് ലാപ്രോസ്കോപ്പി സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ലാപ്രോസ്കോപ്പി സർജറി എന്താണെന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും ഒരു ഏകദേശ ധാരണയുണ്ടാവും. കുറേ വർഷങ്ങളായിട്ട് വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു ശസ്ത്രക്രിയാ വിഭാഗമാണ് ലാപ്രോസ്കോപ്പി സർജറി അഥവാ കീഹോൾ സർജറി. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നൊന്ന് നോക്കാം. എല്ലാവർക്കും അറിയാമെങ്കിലും അതിനെപ്പറ്റി വളരെ ചുരുക്കത്തിൽ ഒരു ഏകദേശ രൂപം തരാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ലാപ്രോസ്കോപ്പി സർജറി കൺവെൻഷനൽ ആയിട്ടുള്ള വയറ് തുറന്നുള്ള ശസ്ത്രക്രിയയെ അപേക്ഷിച്ച് വളരെയധികം പ്രയോജനപ്രദമായ ഒരു ശസ്ത്രക്രിയ വിഭാഗമാണ്. സാധാരണ ശസ്ത്രക്രിയയ്ക്ക് നമ്മൾ 8 മുതൽ 10 വരെ സെൻറ്റിമീറ്റർ ഓപ്പണിംഗ് ഉണ്ടാക്കി, അതായത് മുറിവ് വയറിലുണ്ടാക്കിയാണ് ഓപ്പറേഷൻ ചെയ്യുക. അതേസമയം ലാപ്രോസ്കോപ്പി സർജറിക്ക് 5 മില്ലിമീറ്റർ മുതൽ 10 മില്ലിമീറ്റർ വരെ മാത്രം വലിപ്പമുള്ള മുറിവുകൾ ഉണ്ടാക്കി, അത് 2 or 4 മുറിവുകൾ മാത്രം ഉണ്ടാക്കി അതിൽ കൂടി ഒരു ടെലസ്കോപ്പ് വയറിനുള്ളിലേക്ക് കടത്തിയാണ് സർജറി ചെയ്യുന്നത്. ഈ ടെലസ്കോപ്പ് ക്യാമറയിലും സ്ക്രീനിലും കണക്ട് ചെയ്ത് നമുക്ക് വളരെ വിശദമായി ഉള്ളിലുള്ള അവയവങ്ങളെ പരിശോധിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വളരെ ചെറിയ മുറിവുകളായതിനാൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള വേദന വളരെയധികം കുറവായിരിക്കും. പിന്നെ ഈ ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് അവയവങ്ങളെ 10 മുതൽ 20 തവണ വരെ വലുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായ രോഗനിർണയം, കൃത്യമായി എവിടെയാണ് സർജറി ചെയ്യേണ്ടത്, ഇതെല്ലാം വളരെ വിശദമായി കണ്ട് പ്രിസൈസ് സർജറി, അതായത് കോംപ്ലിക്കേഷൻസ് വളരെ കുറവാകുന്ന രീതിയിൽ സർജറി ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സ്പെർട്ട് ഹാൻഡ്സിൽ ലാപ്രോസ്കോപ്പിക് സർജറിക്ക് കോംപ്ലിക്കേഷൻസ് വളരെയധികം കുറവായി കാണുന്നുണ്ട്. ഇത് തന്നെ അതിൻ്റെ ഒരു വളരെയധികം അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊക്കെ കാര്യങ്ങളാണ്, സ്ത്രീരോഗങ്ങളാണ് ലാപ്രോസ്കോപ്പി സർജറി നമുക്ക് ഉപയോഗിക്കാവുന്നത് എന്നൊന്ന് നോക്കാം. ഏകദേശം 90 മുതൽ 95% വരെ സ്ത്രീരോഗങ്ങൾക്ക്, അതായത് ഗർഭപാത്രം, അണ്ഡാശയം മുതലായവയെ സംബന്ധിച്ചുള്ള രോഗങ്ങൾക്ക് ലാപ്രോസ്കോപ്പി സർജറി ചെയ്യാവുന്നതാണ്. ഇത് സർജറി ചെയ്യുന്നത് മരുന്നുകളും ബാക്കി ചികിത്സാ രീതികളും പരിശോധിച്ച ശേഷം ഡോക്ടർ പറയുകയാണ് എന്തായാലും തീർച്ചയായും ലാപ്രോസ്കോപ്പി സർജറി കൂടിയേ തീരുള്ളൂ, അതായത് ഓപ്പറേഷൻ ചെയ്തേ മതിയാവൂ എന്ന് പറയുന്ന കണ്ടീഷനുകളിൽ നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ഒരു ഓപ്ഷനാണ്. ഗർഭാശയത്തിലുണ്ടാകുന്ന മുഴകൾ, ഗർഭപാത്രത്തിലെ മറ്റ് അമിതമായ രക്തസ്രാവം, ഗർഭാശയ മുഖത്തിലെ അസുഖങ്ങൾ, പിന്നെ അണ്ഡാശയത്തിലുണ്ടാകുന്ന സിസ്റ്റ്, ട്യൂമർ, എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ, അതായത് പീരീഡ് സമയത്ത് ഗർഭപാത്രത്തിനുള്ളിലുണ്ടാകുന്ന ബ്ലഡ് ട്യൂബ് വഴി വെളിയിലേക്ക് പോയിട്ട് അണ്ഡാശയത്തിൽ സിസ്റ്റ് ഉണ്ടാക്കുക, ഒട്ടലുകൾ ഉണ്ടാക്കുക, ഇതെല്ലാം സാധിക്കും. ഇങ്ങനെയുള്ള അവസ്ഥകൾക്കെല്ലാം തന്നെ ലാപ്രോസ്കോപ്പി സർജറി വളരെയധികം ഉപകാരപ്രദമാണ്. പിന്നെ എക്ടോപിക് പ്രഗ്നൻസി, അതായത് ഗർഭപാത്രത്തിന് വെളിയിലുണ്ടാകുന്ന പ്രഗ്നൻസി, ഇത് വളരെയധികം അപകടം പിടിച്ച ഒരു അവസ്ഥയാണ്. ഇതിന് ലാപ്രോസ്കോപ്പി സർജറിയാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ചോയ്സ് ആയിട്ട് കണക്കാക്കുന്നത്. അതുകൂടാതെ തന്നെ ക്യാൻസർ രോഗങ്ങൾ, ഗർഭപാത്രത്തിന് അണ്ഡാശയത്തിന് ഉണ്ടാകുന്ന ക്യാൻസർ രോഗങ്ങൾ, ഇതിനെല്ലാത്തിനും ലാപ്രോസ്കോപ്പിക് സർജറി, അതായത് കീഹോൾ സർജറി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് വളരെയധികം പ്രയോജനപ്രദമാണ്. ഈ സർജറികളെല്ലാം ചെയ്യുന്നതുകൊണ്ട് എന്താണ് രോഗിക്കൊരു പ്രയോജനം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. രോഗിക്ക് ഈ ഓപ്പറേഷൻ വളരെ ചെറിയ മുറിവുകളിൽ കൂടെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അത് കാരണം തന്നെ വേദന വളരെയധികം കുറവായിരിക്കും. പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി വളരെയധികം ഫാസ്റ്റാണ്. പെട്ടെന്ന് തന്നെ പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നു. 6-8 മണിക്കൂർ കഴിയുമ്പോൾ എന്തെങ്കിലും കുടിക്കാനായിട്ട് ഫ്ലൂയിഡ്സ് കൊടുക്കുന്നതാണ്. പിറ്റേ ദിവസം തന്നെ രോഗിക്ക് എണീറ്റ് നടക്കാനും സാധാരണഗതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ആഹാരം കഴിക്കാനും സാധിക്കുന്നതാണ്. മേജർ സർജറി, അതായത് ഗർഭപാത്രം എടുക്കുക, മുഴകൾക്കുള്ള ശസ്ത്രക്രിയ, വലിയ മുഴകൾക്കുള്ളത്, ഓവറിയിലുള്ള ക്യാൻസർ, അങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ കഴിയുമ്പോൾ നമ്മൾ 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ രോഗിയെ അഡ്മിറ്റ് ചെയ്ത് അത് കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ചെറിയ സർജറി, മൈനർ സർജറീസ്, അതായത് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ്, വന്ധ്യത പരിശോധനയ്ക്കുള്ളത്, വന്ധ്യത ചികിത്സയ്ക്കുള്ള ലാപ്രോസ്കോപ്പി സർജറി, എക്ടോപിക് പ്രഗ്നൻസി, ചെറിയ സിസ്റ്റ് റിമൂവൽ, പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ, ഇതെല്ലാം ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഡേ കെയർ സർജറി ആയിട്ട് അന്ന് തന്നെ രോഗിയെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി കഴിഞ്ഞാലും രോഗിക്ക് സാധാരണ രീതിയിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങി വരാൻ പറ്റും. പിറ്റേ ദിവസം തന്നെ സാധാരണ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക, സ്റ്റെപ്സ് കയറുക, ഇതിനൊന്നും ഒരു തടസ്സവുമില്ല. നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യുന്നത് തന്നെ ലൈറ്റ് വർക്ക് അറ്റ് ഹോം എന്നാണ്. സാധാരണ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുനിഞ്ഞു നിന്ന് ഹെവി ആയിട്ടുള്ള ഭാരമുള്ള സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യുക, പിന്നെ ഒരുപാട് നേരം നിന്നുള്ള ജോലി, ഒരുപാട് നേരം നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് നാളത്തേക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ രോഗിക്ക് പഴയ രീതിയിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. ഇത് സ്ത്രീകൾക്ക്
വളരെയധികം പ്രയോജനപ്രദമാണ്. കാരണം ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട്. 2 ആഴ്ച കൊണ്ട് തന്നെ അവർക്ക് സാധാരണഗതിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് ലാപ്രോസ്കോപ്പി സർജറി അഥവാ കീഹോൾ സർജറി കാരണം ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈനക്കോളജിക്കൽ അസുഖത്തിന് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ മരുന്ന്, ബാക്കി ചികിത്സാ വിധികൾ എല്ലാം ട്രൈ ചെയ്തു, ഇനി സർജറി ആവശ്യമാണ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക, ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറി സാധ്യമാണോ എന്ന്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യുന്നതായിരിക്കും. നമസ്തേ.